എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനഘ. ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം കലിപ്പൻ്റെ ജനിതകം ആണ്. ആദ്യമായിട്ട് എനിക്കിവിടെ ഇങ്ങനെ ഒരു ടോക്ക് ചെയ്യാൻ അവസരം ഒരുക്കി തന്ന സാപ്പിയൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും ഇത് കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി. കലിപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അറിയാത്ത ആൾക്കാർക്കായിട്ട് പറയാം, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് കലിപ്പന്മാരെന്ന് നമ്മൾ നാട്ടുഭാഷയിൽ പറയുക. ഡേവിഡ് എംബസിൻ്റെ ബാഡ്മൻ ദ ഹിഡൻ റൂട്ട്സ് ഓഫ് സെക്ഷൽ ഡിസെപ്ഷൻ, ഹറാസ്മെൻറ്റ് ആൻഡ് അസൾട്ട് എന്ന പുസ്തകത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ പഠനമാണിത്. ഡേവിഡ് എംബസ് പലർക്കും അറിയാമായിരിക്കും, ഒരു ലോകപ്രശസ്തനായിട്ടുള്ള എവല്യൂഷണറി സൈക്കോളജിസ്റ്റാണ്. ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മനുഷ്യരുടെ പ്രണയം, ലൈംഗികത, അക്രമം എന്നിവയ്ക്കൊക്കെ പിന്നിലെ പരിണാമപരമായ കാരണങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ഒരു 4 പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ 4 തിരിച്ചത്: സെക്ഷൽ കോൺഫ്ലിക്റ്റ്, സ്ട്രാറ്റജിക് ഇൻ്റർഫിയറൻസ്, ദ കോ എവല്യൂഷണറി ആംസ് റേസ്, ദ ഡാർക്ക് ട്രയാഡ്. അങ്ങനെ 4 പോയിൻറ്റ്സ് ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലോരോന്നും നമുക്കെടുത്ത് പരിശോധിക്കാം. എന്താണ് സെക്ഷൽ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആണും പെണ്ണും പ്രകൃതിപരമായിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് ബന്ധങ്ങളെ സമീപിക്കുന്നത്. ഒരു കുഞ്ഞുണ്ടായിട്ട് വരുന്നതിന് ഒരു സ്ത്രീയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതാണ്. 9 മാസ ഗർഭകാലം, പ്രസവം, വർഷങ്ങളോളം നീളുന്ന മുലയൂട്ടൽ. പക്ഷെ പുരുഷന് ശാരീരിക നിക്ഷേപം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റായ പങ്കാളിയെ തിരഞ്ഞെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ ഈ കാര്യത്തിൽ കൂടുതൽ സെലക്റ്റീവ് ആവുന്നത്. എവല്യൂഷണറലി സ്പീക്കിംഗ്, പുരുഷന്മാരുടെ ജീൻസിൻ്റെ ആവശ്യമാണ് കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളത്. സ്ത്രീകളാണെങ്കിലോ ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റഡ് റിലേഷൻഷിപ്സ് ആണ് ആഗ്രഹിക്കുക. ഒരാളുടെ താല്പര്യം മറ്റൊരാൾക്ക് ദോഷകരമാകുമ്പോൾ അവിടെയാണ് ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അതാണ് ഈ സെക്ഷൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഈ സെക്ഷൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ട് ആണും പെണ്ണും ചില തന്ത്രങ്ങളെല്ലാം കാലാകാലങ്ങളായിട്ട് പയറ്റി വരുന്നുണ്ട്. ഒരാളുടെ ലക്ഷ്യം നേടാനായിട്ട് മറ്റൊരാളെ ചതിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഉദാഹരണം, ഇപ്പോൾ പുരുഷന്മാർ ലൈംഗിക താല്പര്യത്തിനായിട്ട് സ്നേഹം അഭിനയിക്കും. ഡേവിഡ് എംബസ് പറയുന്ന അനുസരിച്ച് ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുന്ന തന്ത്രം മറ്റൊരാളുടെ താല്പര്യത്തെ തടസ്സപ്പെടുത്തുന്നു. പരിണാമപരമായിട്ടുള്ളൊരു പോരാട്ടമായിട്ടാണ് ആളിതിനെ കാണുന്നത്. നമുക്ക് വരുന്ന ദേഷ്യം, സങ്കടം, പിന്നെ ചതി, ഇങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് ഇല്ലേ, ദേഷ്യം, സങ്കടം, ഇതൊക്കെ നമുക്ക് ചതി പറ്റാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഒരു അലാം സിസ്റ്റം ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പുരുഷന്മാർ സ്ത്രീകളെ ചതിക്കുന്നത് എങ്ങനെയാണ്? ഒരു താൽക്കാലിക ബന്ധത്തിന് വേണ്ടി നമ്മൾ സ്ഥിരം പത്രത്തിലൊക്കെ കാണാറില്ലേ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതായത് സ്ത്രീയുടെ ഒരു ആവശ്യം ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്സ് ആണ്. ആ ഒരു ആവശ്യത്തിനെ അറിയാവുന്ന പുരുഷൻ കൂടെ ഉണ്ടാവും എല്ലാ കാലത്തും. ഞാൻ എന്തായാലും കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയുടെ ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ആഗ്രഹത്തെ, ആ ഒരു താല്പര്യത്തെ സ്ട്രാറ്റജിക്കലി ഇൻ്റർഫിയർ ചെയ്യാണ്. സ്ത്രീകൾ ചതിക്കുമോ? സ്ത്രീകളും ചതിക്കും. സ്ത്രീകൾ ചതി ആരുടെയും കുത്തകയൊന്നുമല്ലല്ലോ. അതായത് ഒരാളോട് ലൈംഗികപരമായിട്ടുള്ള താല്പര്യം ഉണ്ട് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ ചതിക്കുന്ന ഒരു രീതി. അതായത് ഇല്ലാത്ത താല്പര്യം ഉണ്ടെന്ന് എന്തിനങ്ങനെ പറയുന്നത്? ചിലപ്പോൾ അയാളുടെ പണവോ പദവിയോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് കിട്ടാവുന്ന ബെനഫിറ്റ്സോ ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും സ്ത്രീകൾ അങ്ങനത്തെ ഒരു നീക്കം നടത്തുന്നത്. ഇവിടെ പുരുഷൻ്റെ സെക്സ് എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തെ സ്ത്രീ സ്വന്തം ഉപയോഗത്തിനായിട്ട് യൂസ് ചെയ്യാണ്, സ്വന്തം ബെനിഫിറ്റ്സിനായിട്ട് യൂസ് ചെയ്യാണ്. ഈ പറയുന്ന മെയ്റ്റ് വാല്യൂ ഡിസെപ്ഷൻ രണ്ടാളും ചെയ്യുന്നതാണ്. പുരുഷനാണെങ്കിൽ തനിക്ക് കൂടുതൽ സ്വത്തുണ്ട്, കൂടുതൽ പദവിയുണ്ട്, സമൂഹത്തിൽ വളരെ ഉയർന്ന ആളാണ് എന്നെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് സ്ത്രീകളെ അവരുടെ താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കും. സ്ത്രീകളും തന്നാൽ പറ്റുന്ന പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിച്ച്, അതിപ്പോൾ ക്യാരക്ടർ ആവട്ടെ അല്ലെങ്കിൽ അപ്പിയറൻസ് ആവട്ടെ, ഇതെല്ലാം കാണിച്ച് ഇല്ലാത്തൊന്നുണ്ടെന്ന് കാണിച്ച് ചതിക്കുന്ന ഒരു രീതി. അതാണ് ഈ മെയ്റ്റ് വാല്യൂ ഡിസെപ്ഷൻ. രണ്ടുപേരും ചെയ്യുന്നതാണത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ആണും പെണ്ണും സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഒരാൾ സ്നേഹമുണ്ടെന്ന് കള്ളം പറയുന്നു, ഒരാൾ ലൈംഗികപരമായ താല്പര്യമുണ്ടെന്ന് കള്ളം പറയുന്നു. ഈ ലോകത്ത് ആരും അങ്ങനെ വെറുതെ ചതിക്കുന്നില്ല.
എല്ലാ ചതിക്ക് പിന്നിലും പരിണാമപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റിഫയബിൾ ആണെന്നല്ല. ഇതെങ്ങനെ ഒരു ആംസ് റേസ് ആയിട്ട് മാറും നോക്കാം, ഒരു അക്രമം എന്നുള്ള രീതിക്ക് എങ്ങനെ മാറുമെന്ന് നോക്കാം. ഒരാൾ ചതിക്കാൻ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുമ്പോൾ അത് തടയാൻ മറ്റേ ആൾ പ്രതിരോധങ്ങൾ കണ്ടെത്തുന്നു. പ്രണയത്തിലും ബന്ധങ്ങളിലും ഇത്രയധികം സങ്കീർണതകൾ വരുന്നതിനെയാണ് ഡേവിഡ് ബസ് ആംസ് റേസ് എന്ന് വിളിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ കേട്ടോ, ആംസ് റേസ് ഇപ്പോൾ പുലി ഭയങ്കര സ്പീഡിൽ ഓടുന്നു, അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി മാൻ അതിലും സ്പീഡിൽ ഓടുന്നു. അതല്ല, അതാണ് ആംസ് റേസ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർ ലൈംഗികപരമായി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞൊരു സ്ത്രീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് സെൻസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, അതായത് ചതി പറ്റാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി, അതുകൊണ്ട് അതവർ തടയാൻ, അതായത് സ്ത്രീക്ക് തടയാൻ പറ്റുന്നു. അതായത് വേണ്ട, നോ പറയാനുള്ള ഒരു സെൻസ് ഉണ്ടാകുന്നു. പക്ഷേ സ്ത്രീ നോ പറയുമ്പോൾ പുരുഷന്മാർ കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള നുണകൾ മെനയാൻ അവർ പ്രാപ്തരാകും. അങ്ങനെ അതായത് ഒരാൾ കൂടുതൽ നുണ പറയുന്നു, ഒരാൾ കൂടുതൽ എതിർക്കാൻ നോക്കുന്നു. ആ ഒരു പ്രോസസ്സിൽ ഈ രണ്ട് കൂട്ടരും, അതായത് ആണും പെണ്ണും ബുദ്ധിപരമായിട്ടും സ്ട്രാറ്റജിക്കലി രണ്ടുപേരും കൂർമ്മ ബുദ്ധിക്കാരായി. അതാണ് ഈ ഒരു എവല്യൂഷൻ്റെ ഇത് പറയുന്നത്. ഈ രണ്ട് കൂട്ടരിങ്ങനെ പരസ്പരം തോൽപ്പിക്കാൻ നോക്കുന്നതിലൂടെ രണ്ടുപേരുടെയും ബുദ്ധിശക്തിയും തന്ത്രങ്ങളും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ആംസ് റേസിൽ ഏറ്റവും അഗ്രസീവായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിനി പറയാൻ പോകുന്ന ഡാർക്ക് ട്രയാഡ് ലക്ഷണങ്ങളുള്ളവർ. അവർ പക്ഷേ മറ്റുള്ളവരുടെ പ്രതിരോധങ്ങളെ തകർക്കാൻ ഏതറ്റം വരെയും പോകും. ഡാർക്ക് ട്രയാഡ് എന്ന് പറയുമ്പോൾ മനുഷ്യരിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള 3 സ്വഭാവ വൈകല്യങ്ങളാണ് ഡാർക്ക് ട്രയാഡ്: നാർസിസിസം, മാക്കിയവെലിനിസം, സൈക്കോപ്പതി. ഈ 3 ക്യാരക്ടർ ഒരാളിൽ വരുമ്പോൾ അയാൾ ഭയങ്കര ക്രൂരനായിട്ടുള്ളൊരു സെക്ഷൽ പ്രിഡേറ്ററായിട്ട് മാറുകയാണ്. എന്താണിത് ഓരോന്നൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം. നാർസിസിസം, ഇക്കൂട്ടർക്ക് താൻ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. മറ്റുള്ളവർ തന്നെ എപ്പോഴും ആരാധിക്കണമെന്നും പുകഴ്ത്തണമെന്നും ഇവരാഗ്രഹിക്കുന്നു. ബന്ധങ്ങളിൽ തനിക്ക് എന്തിനും അവകാശമുണ്ട് എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും ഇവർക്ക്. ഒരു സ്ത്രീ അവരുടെ അടുത്ത് നോ പറയുന്നതോ അല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യുന്നതൊന്നും അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതികാര ബുദ്ധിയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ നിർബന്ധിച്ച് കാര്യങ്ങൾ നടപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ നാർസിസിസ്റ്റ് ആൾക്കാർക്ക്. മാക്കിയവെലിനിസം എന്ന് പറയുമ്പോൾ ഒരു കുതന്ത്രം ആയിട്ടുള്ള ആൾക്കാർ, അതായത് തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആരെയും ചതിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും ഒട്ടും മടിയില്ലാത്ത ആൾക്കാർ. ഇവർ ഭയങ്കര തന്ത്രശാലികളായിരിക്കും. വൈകാരികമായ ബന്ധങ്ങളെക്കാൾ ലാഭനഷ്ടങ്ങൾക്കായിരിക്കും ഇവർ മുൻഗണന നൽകുന്നത്. ബന്ധങ്ങളിൽ സ്നേഹം അഭിനയിച്ച് വീഴ്ത്താനും മാനിപ്പുലേറ്റ് ചെയ്യാനും പ്രത്യേക ഒരു കഴിവായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. സൈക്കോപാത്സ് പിന്നെ നമ്മൾ പല സിനിമയിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കുറേ. സൈക്കോപാതി എന്ന് പറയുമ്പോൾ എമ്പതി തീരെ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ ഒരു വിഷമവും ഇവർക്ക് ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, ഇവർക്ക് കുറ്റബോധം ഉണ്ടാവില്ല, കരുണ ഉണ്ടാവില്ല. ബന്ധങ്ങളിൽ ശാരീരികമായ ആക്രമണങ്ങൾക്കും ബലപ്രയോഗം, പീഡനം, ഇതിനൊക്കെ ഇവർ മുതിരും ഈ സൈക്കോപാത്തുകൾ. ഈ 3 സ്വഭാവങ്ങൾ ഒത്തുചേരുന്ന ആൾക്കാരാണ് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന പോലെ പെൺകുട്ടികൾ, അതായത് ഇപ്പോഴത്തെ റിലേഷൻഷിപ്സിൽ കുറേ പേര് നിയന്ത്രണങ്ങൾ വെക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെയൊക്കെ ആൾക്കാർക്ക് ഈ ഒരു, അതായത് ഇന്ന സമയം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല, അതായത് ഷോള് V ഷേപ്പിൽ കുത്തി വേണം പോവാൻ, അങ്ങനെയൊക്കെ കണ്ടീഷൻസ് വെക്കുന്ന കുറേ കാമുകിമാരുണ്ട്. പല കണ്ടീഷൻസ് വെക്കുന്ന 2 പേരിലുണ്ട്. നമ്മളിപ്പോൾ വിഷയം കലിപ്പന്മാരായത് കാരണം അതാണ് പറയണേ. പക്ഷേ ചില സ്ത്രീകൾ ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടപ്പെടും. അതെന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. അങ്ങനെ കാന്താരിമാരെന്നാണ് നമ്മളിവിടെ അതിനെ പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് ചില കാന്താരിമാർക്ക് ഈ കലിപ്പന്മാരെ ഇഷ്ടമാവണേന്ന് നോക്കാം. ഈ ഡാർക്ക് ട്രയാഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും അപകടകരമായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരാണിവർ. പക്ഷേ ഇവരുടെ ഈ ഒരു താല്പര്യം, അതായത് ഈ കാന്താരിമാർക്ക് ഇവരെ ഇഷ്ടപ്പെടാനുള്ളൊരു താല്പര്യം, ഇത് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡൊന്നുമല്ല. ഇതിന് ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമപരമായിട്ടുള്ളൊരു ചരിത്രമുണ്ട് ഇതിന് പിന്നിൽ. പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് അഗ്രസീവായിട്ടുള്ള പേടിയില്ലാത്ത ആണുങ്ങളെ, അവർ മികച്ച വേട്ടക്കാരായിരുന്നു. അവർക്ക് മാത്രമേ ഒരു കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ.
അത് വന്യജീവികളിൽ നിന്നാവട്ടെ ശത്രുക്കളിൽ നിന്നാവട്ടെ, ഈ പേടിയില്ലാത്ത ആണുങ്ങൾ അവരുടെ ട്രൈബ്സിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് ഇവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു തോന്നൽ വരികയാണ്. നമ്മളിപ്പോൾ ഇന്ന് കാട്ടിലല്ലെങ്കിലും നമ്മളുടെ ആ ഒരു ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ ഈ കലിപ്പന്മാരുടെ ഓരോ സ്വഭാവം കാണുമ്പോൾ സ്ത്രീകളെ അസ്യൂം ചെയ്യാണ് ഇവർ നമ്മളെ സംരക്ഷിച്ചോളും, കെയറിങ് ഒക്കെ ആയിരിക്കും ഇവരുടെ നിന്ന് ആദ്യം കിട്ടുക. അപ്പോൾ അതിൽ വീഴും. പക്ഷേ ഇവരുടെ ഈ ഒരു ദേഷ്യം, അതുപോലെ ഇവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ഈ ഡാർക്ക് ട്രയാഡുള്ള ആൾക്കാർക്ക് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒരു നല്ലൊരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ആരോഗ്യത്തിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്തോ വലിയ സംഭവമാണെന്ന് സ്ത്രീകൾക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു പോയിൻ്റ് ഉണ്ട്, സെക്സിസൺ ജീൻസ്. അതായത് ഈ ആകർഷണീയതയും ഭയങ്കര ബലവും ഒക്കെ, കായിക ബലമാവട്ടെ, അതൊക്കെയുള്ള പുരുഷന്മാരുടെ കുട്ടികൾ, ആൺമക്കൾ അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള സ്ത്രീകളുടെ ജീനിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായത് അതുപോലത്തെ കുട്ടികൾ തന്നെ നമുക്ക് ഇനി ഉണ്ടാവും, അവർ നമ്മളെ ട്രൈബിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവും. അങ്ങനത്തെ ആ ഒരു കണക്ക് കൂട്ടലും കൂടിയും ഈ ഒരു ആകർഷണീയതയ്ക്ക് പിന്നിലുണ്ട്. പക്ഷേ ഇവർ തിരിച്ചറിയാത്തൊരു ഇതൊരു ട്രാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ആദ്യം വിചാരിക്കുക ഈ പറയുന്ന കരുത്താവട്ടെ, ഈ കലിപ്പൻ സ്വഭാവമാവട്ടെ, ഇതൊക്കെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇതൊക്കെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്താണ് എന്നുള്ള ആ ഒരു വിചാരമായിരിക്കും സ്ത്രീകൾക്ക് ഉണ്ടാവുക. പക്ഷെ പിന്നെ ആയിരിക്കും റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക ഈ കലിപ്പും കൺട്രോളിങ്ങും ഒക്കെ നമുക്ക് നേരെ തന്നെയാണെന്ന് മനസ്സിലാവുക. പക്ഷെ അപ്പോഴത്തേക്കും ചിലപ്പോൾ കുറേ വൈകിട്ടുണ്ടാവും. ഇനി മെയ്ഡ് ഗാർഡിങ് എന്താണെന്ന് പറയാം. മെയ്ഡ് ഗാർഡിങ് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് നമ്മുടെ പാർട്ട്ണർ നമ്മളടുത്തുനിന്ന് മറ്റൊരാളിലേക്ക് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും ചെയ്യുന്നൊരു സംഗതിയാണ് മെയ്ഡ് ഗാർഡിങ്. പക്ഷേ കലിപ്പന്മാരുടെ മെയ്ഡ് ഗാർഡിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു കലിപ്പൻ തൻ്റെ പങ്കാളിയോട് കാണിക്കുന്ന അമിതമായ ദേഷ്യവും നിയന്ത്രണവും, പലപ്പോഴും സ്നേഹം എന്നാണ് പറയാറ്. എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു സ്നേഹം എന്ന് നോക്കാം. ഒരു പുരുഷന് തൻ്റെ പങ്കാളിയേക്കാൾ മെയ്ഡ് വാല്യൂ കുറവാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾ കൂടുതൽ കലിപ്പനാവും. അതായത് ഇപ്പോൾ പാർട്ട്ണർ ഭയങ്കര എന്താ പറയുക സുന്ദരിയാണ്, അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അങ്ങനത്തെയൊക്കെ ആൾക്കാർക്ക് ഒരു അവർ ഇൻസെക്യൂർ ആയിരിക്കും അവരുടെ പാർട്ട്നേഴ്സ്. അപ്പോൾ എല്ലാവരും നല്ല അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയണേ. അപ്പോൾ ഇത്രയും സുന്ദരിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും കൂടുതൽ സാലറി വാങ്ങുന്ന ഭാര്യ അല്ലെങ്കിൽ പങ്കാളി തന്നെ ഇട്ടിട്ട് പോവുമോ എന്നുള്ള ഒരു പേടി, അങ്ങനെ ഇട്ടിട്ട് പോയാൽ എനിക്കിനി വേറെ ആളെ കിട്ടുമോ, അങ്ങനത്തെ ആ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇവരെ കൊണ്ട് ഈ ഫോൺ ചെക്ക് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര മണി കഴിഞ്ഞാൽ പുറത്ത് പോരുതെന്ന് പറയണത്, അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളോട് സംസാരിക്കരുതെന്ന് പറയണത്. ഇതൊക്കെ ഇവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇവരൊക്കെ പുറത്ത് ഭയങ്കര പവർഫുള്ളായിരിക്കും, ഇവരുടെ ദേഷ്യവും കോപവും പുറത്ത് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ടുള്ള ആൾക്കാരെ തോന്നും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും. ഈ പറഞ്ഞ ഇതാണ് മെയ്ഡ് ഗാർഡിങ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കൺട്രോളിങ് സംഭവം. ഇത് കൂടി പിന്നീട് ഫിസിക്കൽ അബ്യൂസിലേക്കൊക്കെ എത്താം. അത് ആ ഒരു ലെവലൊക്കെ എത്തിയാലേ നമ്മൾ ന്യൂസിൽ കൂടെ ഈ കാര്യങ്ങൾ അറിയുന്നുള്ളൂ. അതുവരെ സ്ത്രീകൾ ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് സഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ജനറ്റിക് ആണ് എന്നുള്ളത് കൊണ്ട് എന്താ പറയുക കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ അവരറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലേ, ജനറ്റിക് അല്ലേ, അങ്ങനെയല്ലേ ഞാൻ പറയണേ. ഇത് എന്താ പറയുക ജനറ്റിക് ആണ് എന്നുള്ളത് കൊണ്ട് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇത് ജനറ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം നാച്ചുറൽ ഫാലസി എന്ന് അതിന് പറയാം. അതായത് ഇപ്പോൾ മനുഷ്യന്മാർ ക്സെനോഫോബിക്കാണ് ബൈ ഡിഫോൾട്ട്. അതായത് ഗോത്രബോധമുള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ. അതായത് സ്വന്തം ഗോത്രത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ഭയങ്കര സ്നേഹവും, അതായത് ഗോത്രത്തിന് പുറത്തുള്ള ആൾക്കാരെ മിക്കവാറും രോഗാണുവാഹകരായിട്ടോ അല്ലെങ്കിൽ ശത്രുക്കളായിട്ടോ ഒക്കെയാണ് മനുഷ്യൻ്റെ തലച്ചോറ് സെൻസ് ചെയ്യുക. പക്ഷേ നമ്മൾ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ പൂർവികർക്ക് ആ ഒരു സെൻസ് അവർക്ക് അതിജീവിക്കാൻ വേണമായിരുന്നു. അതായത് സ്വന്തം ഗോത്രത്തിൻ്റെ പുറത്തുള്ളവർ മോശം ആൾക്കാരാണെന്നുള്ള ആ ഒരു ഇത് വേണമായിരുന്നു അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വേണോ? ഇന്നത്തെ കാലത്ത് ആ ഒരു ചിന്ത സത്യം പറഞ്ഞാൽ മോശമാണ്. അതായത് നമ്മുടെ ആൾക്കാർ മാത്രം നല്ലത്, ബാക്കി പുറത്തുള്ളവരൊക്കെ മോശം. അത് ഇന്നത്തെ കാലത്ത് മോശമാണ്. പക്ഷേ ബൈ ഡീഫോൾട്ട് മനുഷ്യൻ അങ്ങനെയാണ്. അതായത് പറഞ്ഞു വന്നത് ക്സെനോഫോബിയ എന്ന് പറഞ്ഞ സംഭവം നാച്ചുറലാണ്, പക്ഷേ അത് ജസ്റ്റിഫയബിൾ അല്ല, അത് ശരിയല്ല.
പരിണാമപരമായിട്ടുള്ള ഈ ഒരു ചതിക്കുഴികൾ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ഡേവിഡ് ബസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ, അല്ലാണ്ട് ജസ്റ്റിഫൈ ചെയ്ത എല്ലാ സ്വഭാവം. പരിണാമപരമായിട്ടുള്ള ഈ ചതിക്കുഴികൾ തിരിച്ചറിയുമ്പോൾ ചെയ്യേണ്ടത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് ഇവരെ മാറ്റിയെടുക്കാം എന്നൊന്നും അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക, രക്ഷപ്പെടുക. ജനിതകപരമായിട്ടുള്ള പ്രവണതകളെ തിരിച്ചറിയാനും അത് ബുദ്ധിപരമായിട്ട് പെരുമാറാനും മനുഷ്യന് കഴിയും. അപ്പോൾ ഒരാൾ സ്വയം വിചാരിച്ചാൽ അത് മാറും. ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ അവെയറായിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ കാണുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് മെല്ലെ മാറാൻ ഉള്ള അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ടോക്ക് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി.